കൂട്ടുകാരെ, ഇന്ന് 2 മാങ്ങ അച്ചാറാണ് കാണിക്കണേ. കുറച്ച് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സൈസിൽ അച്ചാറുണ്ടാക്കിയതും കൊണ്ട് 1 ചെത്തുമാങ്ങ ഉണ്ടാക്കിയത് ഉണ്ട്. ചെത്തുമാങ്ങയായിട്ട് ഉണ്ടാക്കി. നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് ഇതിന്. പിന്നെ ഒരെണ്ണം കുരുകുരാന്നരിഞ്ഞുണ്ടാക്കിയ അച്ചാറാണ്. തീരെ നൈസായിട്ട് പൊടിയായിട്ട് അരിഞ്ഞുണ്ടാക്കി ഒരച്ചാർ. ഇനി കുറച്ച് നെല്ലിക്കയും കൂടെ ഇരിക്കുന്നുണ്ട്, അതൊന്ന് അച്ചാറുണ്ടാക്കണം. ഈ അച്ചാർ എനിക്ക് ഉണ്ടാക്കണം കാണിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് ഉണ്ടാക്കി. കാരണം എനിക്ക് തലവേദന ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചു. നെല്ലിക്ക കാണിക്കാം. ഇന്ന് ഞാൻ ഒരു നെല്ലിക്ക അച്ചാറാണ് ഉണ്ടാക്കണത്. പുഴുങ്ങിയിട്ടല്ല, പച്ചയ്ക്ക് തന്നെയാണ് നെല്ലിക്ക അച്ചാറുണ്ടാക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതെ, ഞാനിത് അടർത്തിയെടുക്കാൻ പോവാണ്. അതിൻ്റെ അല്ലികളൊക്കെ നെല്ലിക്ക ഞാനെല്ലാം അടർത്തിയെടുത്തതാണ്, റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി ഇത് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. നെല്ലിക്ക അച്ചാറുണ്ടാക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചട്ടിയിലേക്ക്. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ട് തീ താത്തി വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടിത്തെറിക്കും കേട്ടോ. ഈ നെല്ലിക്ക നമ്മൾ അടർത്തിയെടുക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവുമല്ലോ. നെല്ലിക്ക എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ എണ്ണ എല്ലായിടത്തും ആവാനായിട്ട് ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട്. പച്ച നെല്ലിക്കയാണ്, അതുകൊണ്ട് വഴണ്ട് വരാൻ ഇത്തിരി സമയമെടുക്കും. അപ്പോൾ ഒന്ന് 2 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. നെല്ലിക്ക ഒരുവിധം വഴണ്ട് വന്നു തുടങ്ങി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതൊരു 1.5 കിലോ നെല്ലിക്കയാണ്. അതിലേക്കൊരു 50 ഗ്രാം എണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയത്. അതിലേക്ക് ഒരു 3 സ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത്, ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. കൂടെ ഇട്ട് യോജിപ്പിച്ച് 1 മിനിറ്റ് കൂടെ വെച്ചിരുന്നാൽ മതി. ഇതിലേക്ക് 1 സ്പൂൺ സാധാരണ എരിവുള്ള മുളക് കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂൺ ഉലുവാപ്പൊടി കൂടെ ഇട്ട് കൊടുത്തു. ഇതൊന്ന് യോജിപ്പിക്കാം. ഇവിടെ കൂട്ടി ഒന്ന് യോജിപ്പിച്ചു. ഇനി അച്ചാറിലേക്ക് ഇത്തിരി പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചാൽ പിന്നെ ചൂടാക്കരുത് കേട്ടോ. നെല്ലിക്ക വേവിക്കാതെ പച്ചയ്ക്ക് വഴറ്റി ഉണ്ടാക്കി അച്ചാർ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.